ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മോദി പ്രഭാവം കാര്യമായി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടതാണ്. മോദിയാണ് അവിടെ ലീഡിംഗ് ക്യാമ്പയിനർ. മോദിയായിരുന്നു. അതിൻ്റെ ഫലമുണ്ടായി. ഇവിടെ തെലങ്കാനയിൽ അത്യാവശ്യം BJP മുന്നോട്ട് വന്നു. കർണാടകയിൽ നല്ല ഫോഴ്സാണ്. പക്ഷേ കേരളത്തിൽ എന്താണ് BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മോദി പ്രഭാവം ഇവിടെ ഏശുന്നില്ല. ഒപ്പം BJP പ്രതീക്ഷിച്ചൊരു ഫോഴ്സായി കേരളത്തിൽ ഇവോൾവ് ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ റീസണാണ് തോന്നുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് അറിയാം. കേരളത്തിൻ്റെ ബേസിക് പ്രോബ്ലം മറ്റു പ്രോബ്ലം ഒന്നുമില്ല. മതം ആൻഡ് ജാതി. ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, മതങ്ങൾ തമ്മിലുള്ള അകലം. ഇതെന്താ അറിയോ, ഇത് എല്ലാ മതങ്ങളും ഓരോ ഐലൻഡ്സാണ്. അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തെറ്റിദ്ധാരണയാണിത്. ഈ മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ. ഈ ദ്വീപുകളെ ഒരു പാലമാവേണ്ടത് BJPയുടെയും എൻ്റെയും ഒരു ദൗത്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, ഫസ്റ്റ് തിങ് ഈസ് ഈ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുക, ഒരു പാലമാകുക. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്താണ്, അവരുടെ കണ്ണുകളിലേക്ക് ഓരോ വീടുകളിലും ചെന്നുകൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഈ കണ്ണിൽ നോക്കിയിട്ട് ബ്രെയിനിൽ പോരുത്. ബ്രെയിനിൽ പോയാൽ ഞാൻ ജാതിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണെന്ന് തോന്നും. നിങ്ങൾ നേരെ കം ടു യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് ലവ് ഓൺലി. താങ്കൾ പറഞ്ഞ ഈ പാലം ഇടുന്നതിൽ നമ്മുടെ ഇതുവരെയുള്ള BJPയുടെ നേതാക്കൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവരൊന്നും ശ്രമിച്ചിട്ടില്ല. പരാജയപ്പെട്ടതല്ല. പരാജയപ്പെട്ടപ്പോഴാണ് ശ്രമം നിർത്തുമ്പോൾ. പക്ഷേ ശ്രമം ആരംഭിച്ചിട്ടില്ല. അവിടെ ആരംഭിക്കണം. ഇപ്പോൾ ക്രിസ്തുമസിനൊക്കെ അവർ സ്നേഹ സന്ദേശ യാത്രയൊക്കെ സംഘടിപ്പിക്കുന്നു. ക്രിസ്തീയ ഭവനങ്ങളിൽ കേക്ക് മുറിക്കാൻ പോകുന്നു. അങ്ങനെ പലവിധ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതല്ല ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ അവരുടെ മനസ്സിൽ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ എല്ലാം, കാരണം കുറേയേറെ മാധ്യമങ്ങളും കുറേയേറെ പൊളിറ്റിക്കൽ പാർട്ടികളും കൂടി അടിച്ചേൽപ്പിച്ച ഒരു അടിമത്തമുണ്ട്, ഒരു മാനസികമായ അടിമത്തം. ആ അടിമത്തോടൊപ്പം തന്നെ ഒരു ഫിയർ വെച്ചിട്ടുണ്ട്. BJPയും RSSും ഒരു ഭീകര സംഘടനകളാണ്, അവർ പ്രശ്നക്കാരാണെന്നുള്ളത്. ആ മാറ്റിയെടുക്കാനായിട്ട് കേക്ക് മുറിച്ചുകൊണ്ടോ വയൻ കൊണ്ടു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ആഘോഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് കാര്യമില്ല. അവരുടെ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലൂ.